ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചു കേട്ടോ. ഷോപ്പൊക്കെ തുറന്ന് വെച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോഴേക്കും കണ്ണം ചേച്ചിക്ക് ഷുഗർ ഒന്ന് നോക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഷുഗർ നമ്മൾ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്യാറുണ്ട്. വീട്ടിൽ തന്നെ അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ, ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് 1.5 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സമയമായിട്ടുണ്ട്. അപ്പോൾ കണ്ണം ചേച്ചി അപ്പോൾ ഷുഗർ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ മെഷീനൊക്കെ എടുത്തിട്ട് വന്നിട്ട് നോക്കാൻ പോവാണ്. ഷുഗർ കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്നുണ്ട്, എന്നാലും ഷുഗർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇപ്രാവശ്യം എത്രയുണ്ട്, കുറഞ്ഞോ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ അതൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ 200 സംതിങ് ആണ് കേട്ടോ. ഇപ്പോൾ മുമ്പ് 300 ആയിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞതായിരുന്നു കേട്ടോ, കുറഞ്ഞതാണ്. അങ്ങനെ അത് നോക്കിയിട്ട് അപ്പോൾ ഇത്തിരി കുറഞ്ഞു പറഞ്ഞപ്പോൾ ആൾക്ക് ഇത്തിരി സമാധാനമായി കേട്ടോ. എപ്പോഴും 350 ഒക്കെ വരാറുണ്ട്, ഇപ്രാവശ്യം 250-ൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തിരി ഒരു സമാധാനമായിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് വീഡിയോ രാവിലെ നേരത്തെയുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു, പിന്നെ അതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഭരണികളൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഉള്ളിലാണ്, റോഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് തന്നെയാണ്, എന്നാലും ഭയങ്കര പൊടിയാണ് കേട്ടോ. എല്ലാ സാധനത്തിലും ഭയങ്കര പൊടിയാണ്. ഇതൊക്കെ ഞാൻ നന്നായിട്ട് മറ്റേ ഷാമ്പു വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചായിരുന്നു കേട്ടോ. പൊടിയൊക്കെ നിറഞ്ഞിട്ട്, ഒരുപാട് പൊടി നിറഞ്ഞിട്ട് തട്ടിയിട്ടും പോണില്ല. അപ്പം ഞാൻ ഷാമ്പു വെള്ളത്തിലൊക്കെ കഴുകി ഉണക്കി അങ്ങനെ വെച്ചായിരുന്നു. പിന്നെ ഡെയിലി ഒന്ന് തട്ടിവിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് പൊടി നിറഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഭരണികളൊക്കെ ഒന്ന് എല്ലാം അടുക്കി പെറുക്കി പൊടിയൊക്കെ തട്ടി വിട്ടു. പിന്നെ അതിന് ശേഷം എന്താ, ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഭയങ്കര വേനൽക്ക് ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അടിക്കടി കുടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഈ ചൂട് കാലത്തൊക്കെ. വെള്ളം മുമ്പൊന്നും അധികം കുടിക്കുകയില്ല കേട്ടോ. അപ്പം ഇപ്പം ഞാൻ കറക്റ്റായി കുടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എപ്പോഴും കുടിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അടുത്ത് വെള്ളമുള്ളപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് വെള്ളം പോയി എടുത്ത് കുടിക്കണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുടിക്കാൻ മടിക്കും. അതുകൊണ്ട് തന്നെ കുപ്പിയിൽ നിറച്ച് വെച്ച് കുടിക്കുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്ത് വരുന്നത്. പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അലക്കി വെച്ചതൊക്കെ കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി കറക്റ്റായിട്ട് വീഡിയോ എടുക്കണില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ കുറച്ച് എന്താ പറയുക, മോൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ അവൾക്ക് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ അവൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഞാനിപ്പോൾ അധികം വീഡിയോസ് എടുക്കണില്ല കേട്ടോ. ഒരു 3-4 ദിവസത്തിലൊക്കെയാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് നമ്മളൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ പോണേ. അങ്ങനെ ഇത് പക്ഷേ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇടാൻ വൈകിട്ടോ. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചു. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ മുടിയൊക്കെ അതങ്ങനെ, എനിക്ക് അധികം ഫ്രീ ഹെയർ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം, അങ്ങനെ കെട്ടി വെക്കില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കറിവേപ്പിലാട്ടോ, നമ്മുടെ മരത്തിലുണ്ടായ നാച്ചുറലായിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാനൊന്ന് ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, പിന്നെ കുറച്ച് കല്ലുപ്പ് ഇടുക, പിന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഒരു 10-12 ഇതൾ എടുക്കുക കേട്ടോ. ഒരാൾക്ക് അത്രയും മതിയാവും. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെയിലി കുടിച്ച് വരികയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും കേട്ടോ. അതുപോലെ തന്നെ മുടി നന്നായി വളരാനും സഹായിക്കും. പിന്നെ നമുക്ക് നരയൊന്നും അങ്ങനെ പെട്ടെന്ന് ബാധിക്കില്ല കേട്ടോ. മുടിയൊക്കെ നരയ്ക്കില്ലേ, അത് വരാതിരിക്കും കേട്ടോ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളും കുറയാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ തടിയൊക്കെ ഒന്ന് കുറയും. തടി കുറയ്ക്കാനുള്ളൊരു ഡയറ്റ് ഫുഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കൊളസ്ട്രോളൊക്കെ കുറയും. ഞാൻ പക്ഷേ വെറും വയറ്റിലൊന്നും കുടിക്കുന്നില്ല കേട്ടോ. ഇടയിൽ ഒരു 11-12 മണി സമയത്ത് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കും കേട്ടോ. അതും ഡെയിലി കുടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഡെയിലി ഒന്നും എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ. ചില ദിവസം ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ 2 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കി അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കറിവേപ്പിലയും നാരങ്ങയും കൂടിയിട്ടുള്ള ജ്യൂസ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ എന്താണെന്നറിയുമെന്ന് വെക്കുന്നത് നല്ലൊരു അടിപൊളി രസം വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് രസമാണ്, വേറെ കറിയൊന്നും ഞാൻ വെക്കുന്നില്ല. അപ്പോൾ രസത്തിനായിട്ട് ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളകും ചതച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി എണ്ണയിൽ കടുക് പൊട്ടിച്ച് അതുപോലെ കായവും ഉലുവപ്പൊടി ഇട്ടു. പിന്നെ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്തുടയട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്ത് നന്നായി ഉടച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം കേട്ടോ. ഇത്തിരി പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ രസം വേണ്ടത് അതിനനുസരിച്ചുള്ള പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ സെറ്റാക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വെറുതെ ഒക്കെ കുടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ രസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തത് ഞാൻ വന്നിട്ട് വൈകുന്നേരം നമ്മൾ കടയൊക്കെ അടയ്ക്കണ സമയത്താണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഇടയിലൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ നമ്മൾ വീഡിയോ എടുക്കണമല്ലോ, അത്രയും നേരം എടുത്തായിരുന്നില്ലേ രാവിലെയൊക്കെ എന്ന് വിളിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഷോപ്പ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 8-8:30 സമയത്താണ് കേട്ടോ ഷോപ്പ് അടയ്ക്കുക. എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും അടച്ചു വരാനായിട്ട് കേട്ടോ. അതെല്ലാം ടാർപ്പായൊക്കെ ഇട്ട് കെട്ടി ചുറ്റി വരിഞ്ഞൊക്കെ കെട്ടി ഒപ്പമാക്കണ്ടേ. അപ്പോൾ ഇതാ കുറേ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് വെക്കാനുള്ളതൊക്കെ അകത്തെടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ടാർപ്പായൊക്കെ ഇട്ട് ഒന്ന് കെട്ടി വരിഞ്ഞ് വെക്കാനായിട്ട്. അങ്ങനെ ഇതാ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം, മാവുണ്ട് കേട്ടോ. അപ്പോൾ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ രാത്രിക്ക് പിന്നെ വലിയതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രാത്രിയിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കുറവാണ്. എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ മതി കേട്ടോ. അങ്ങനെ വയറ് ഫുള്ളായിട്ടോ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ രാത്രി. പിന്നെ മോൾക്കാണെങ്കിൽ അവൾ ചോറൊന്നും കഴിക്കില്ല കേട്ടോ രാത്രി. അപ്പോൾ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. പിന്നെ കണ്ണം ചേച്ചിയാണെങ്കിൽ ഗോതമ്പ് ദോശയാണ് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇത്തിരി ഉണ്ടെങ്കിൽ അത് കഴിക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ കഴിക്കില്ല. പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ, പൊന്നിയരി അല്ല, അത് പെട്ടെന്ന് കേട് വരിഞ്ഞ് പിറ്റേ ദിവസത്തേക്കൊന്നും നന്നായിട്ടുണ്ടാവില്ല കേട്ടോ. എടുത്ത് വെക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ അതിനെ രാത്രി കഴിക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ തികഞ്ഞില്ലെങ്കിൽ മാത്രം ഞാൻ ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ അപ്പോൾ ഇന്നെന്തായാലും ചോറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു കേട്ടോ. ഇത് അന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഓർമ്മയില്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറയണത്. അങ്ങനെ ഇതാ എല്ലാം അവിടെ അടച്ചു കഴിഞ്ഞു. ഇതാ ഇവിടെയും കൂടി അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് തന്നെ വലിയൊരു പണിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ പോയി ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ് രാത്രി ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാത്തത്. പക്ഷെ മോള് വിടില്ല കേട്ടോ. അവൾക്ക് പിന്നെ എന്തായാലും വേണം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ അവൾക്ക് എന്തെങ്കിലും വേണം പറഞ്ഞാൽ നേരത്തെ തന്നെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കടയടയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പുറത്ത് അടച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് ഇപ്പുറത്ത് ഭരണികളൊക്കെ വെച്ചിട്ടുള്ള കടയില്ലേ, അവിടെ അടയ്ക്കുകയാണ്. അവിടെ പിന്നെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പുറത്ത് മാത്രം അതൊന്നും വെച്ചിട്ടില്ല, പുറത്തായതുകൊണ്ട്. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ ചേർന്നുള്ള കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ മാത്രം ഗ്രില്ലൊക്കെ വെച്ച് അത് വന്നിട്ട് കഴിഞ്ഞ വർഷമാണ് കേട്ടോ വെച്ചത്, മുമ്പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷോപ്പിലത്തെ പരിപാടികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കൈയോടെ ഗേറ്റൊക്കെ അടച്ചിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കട അടച്ചാലും പിന്നെ ആരെങ്കിലുമൊക്കെ
വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ അടച്ചു വെച്ചു, ഗേറ്റൊക്കെ കൈയോടെ അടച്ചു. പിന്നെ അതാ വന്നു, ഇതാ കുറച്ച് നേരം ആശ്വാസമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതാ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോഴേ രാവിലെ ഒരു ബോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച്, അപ്പോഴേ വെള്ളം കുടിക്കുന്നത്, അത് പഴയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, മൂടിയൊന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ മോള് ഒരു ബോട്ടിൽ വേണം പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതിൽ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച്, ഇതാകുമ്പോൾ നമുക്ക് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ നിറച്ച് വെച്ച് നമുക്ക് ഒരു ദിവസത്തിന് ഫുള്ളായിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബോട്ടിലായതുകൊണ്ട് തന്നെ വെറുതെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഒരു ഉപകാരമായി. അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ബോട്ടിൽ ഒഴിച്ച് വെക്കണതുകൊണ്ട് നിറയെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ, മോളും അതുപോലെ തന്നെ ഞാനും. പിന്നെ മോളിതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവൾക്ക് മോഡൽ എക്സാമൊക്കെ തുടങ്ങാനായി. അപ്പോൾ മോളിതാ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ, മേലൊക്കെ കഴുകിയിട്ട് വന്നു. ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.